രാവിലെ ഞാൻ കുളിക്കാൻ പോയപ്പോൾ നല്ല ഉറക്കമായിരുന്ന ആള് ഞാൻ തിരിച്ചു വന്നപ്പോൾ കിടക്കുന്ന കിടപ്പാണിത്. എന്തോ പോയ എന്തിനെയോ പോലെ. എന്തു പറ്റിയോ? സാധാരണ ഇങ്ങനല്ല. ഇന്ന് രാവിലെ എന്തായാലും ഓക്കെയാണ്. രാത്രിയിൽ കൂടെ കൂടെ എണ്ണീറ്റിട്ട് എൻ്റെ ഉറക്കം മൊത്തം കളയും. എന്നിട്ട് പകൽ കിടന്നുറങ്ങും. അതാണ് ഇവൻ്റെ മെയിൻ വിനോദം. പിന്നെ ഈ രാവിലത്തെ കുളിയൊന്നും എൻ്റെ ലിസ്റ്റിലുള്ളതല്ല കേട്ടോ. കർക്കിടകം ഒന്നായതുകൊണ്ട് രാവിലെ കുളിച്ച് അമ്പലത്തിലൊക്കെ പോകാമെന്ന് വെച്ചിട്ട് പതിവില്ലാത്തൊരു ശീലം ഇന്ന് ഞാൻ തുടങ്ങിയതാണ്. രാവിലെ അമ്മ നിലവിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ ഈ നിലവിളക്ക് കത്തിയിരിക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റിവിറ്റിയാ അല്ലേ? ഇനി ഒരു മാസം മുഴുവനും രാമായണ വായനയായിരിക്കും മിക്ക വീടുകളിലും അല്ലേ? തിരിച്ചു വരുന്ന വഴിക്ക് കുറച്ച് ഹെൽത്തി കുട്ടന്മാരെ വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് നേരെ സൂപ്പർ മാർക്കറ്റിലേക്ക് വിട്ടു. അവിടെ കണ്ട സാധനങ്ങളാണ് ഇതൊക്കെ. പണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതിനോടൊക്കെ ഭയങ്കര ക്രേസായിരുന്നു. ഇപ്പോൾ ഒന്നിനും ഒരു താല്പര്യമില്ല. ദാ ഇരിക്കുന്നു നമ്മുടെ ഹെൽത്തി കുട്ടൻ. ഇതാണ് റാഗി. ഇനി ഇവന്റെ ദിവസങ്ങളാണ്. ഇവനെ കൂടാതെ മറ്റ് സീഡുകളും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ റിത്തു ടാറ്റ പോകാൻ റെഡിയായി നിൽക്കുകയായിരുന്നേ. എവിടെ ടാറ്റ പോകണ്ട? എങ്ങോട്ട്? ഒന്നും പറ്റത്തില്ല. ടാറ്റയൊന്നും പറ്റത്തില്ല. ടാറ്റ പോകുന്നില്ല. എവിടെ ടാറ്റ പോണം? അവിടെ ടാറ്റയൊന്നും പറ്റത്തില്ല. ഞാൻ ഒരുങ്ങി നിൽക്കുന്നത് കണ്ടിട്ട് എവിടെയോ പോകാനാണെന്ന് വിചാരിച്ചിട്ട് വണ്ടിയിലേക്ക് ചാടിക്കയറി വണ്ടിയിൽ സ്റ്റിയറിങ്ങും തിരിച്ച് ഓണും അടിച്ചിട്ട് അവിടെ ഇരിപ്പായി കക്ഷി. എനിക്ക് നല്ല വിശപ്പായതുകൊണ്ട് അധികം ഞാൻ അവിടെ പ്രോത്സാഹിപ്പിച്ചില്ല. പൊക്കിയെടുത്ത് പെരയ്ക്കകത്ത് കൊണ്ടുവച്ചിട്ട് ഞാൻ ഫുഡൊക്കെ കഴിച്ചു. അപ്പം അത്രയേ ഉള്ളൂ. ബായ്.